ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ താജിന്ന് രാവിലെ നേരത്തെ ഇറങ്ങണമെന്ന് കുറെ പ്ലാൻ ചെയ്തെങ്കിലും അതൊന്നും നടന്നില്ല. അതുകൊണ്ട് വൈകിട്ടായി നമ്മൾ നേരെ രാജ്ഘട്ടിൽ എത്തിയപ്പോഴത്തേക്ക് പിന്നെ അവിടെ ഒന്നും വലുതായിട്ട് കാണാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ ജമാ മസ്ജിദിലോട്ട് പോയി. അവിടെയാണെങ്കിൽ കുറച്ച് ഷോപ്പിംഗിലും ചെയ്യാല. പിന്നെ ജമാ മസ്ജിദ് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന കുറെ ഫുഡ് സ്പോട്ട് ആയിരിക്കും അവിടുത്തെ. അങ്ങനെ ഞങ്ങളും അവിടുന്ന് ബീഫ് മേടിച്ച് ട്രൈ ചെയ്തു, പക്ഷെ ഒരു കാശിനും കൊള്ളത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോഴാണ് അവിടുത്തെ OG ഫുഡ് സ്പോട്ടൊക്കെ നമ്മൾ കണ്ടത്. പക്ഷെ നമുക്ക് അവിടെയും കയറി ട്രൈ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. സ്നോഫോളും ബ്ലോക്കും കാരണം മണാലിലോട്ടുള്ള പോക്ക് മാറ്റി നമ്മൾ നേരെ ഫസ്റ്റ് കുളുവിലോട്ടാക്കി. ഇവിടെ നമുക്ക് വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ഡ്രൈവറും കിളിയും ഒക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇതിൽ നമ്മളെ ഗൈഡ് പറഞ്ഞാൽ പോലും അവര് കേൾക്കത്തില്ല. നമ്മൾ മൊത്തം 2 ബസ്സിലാണ് പോയത്. അതിൽ ഫസ്റ്റ് ബസ് കൊണ്ട് നിർത്തുന്നത് ദാബേലായിരിക്കത്തില്ല, സെക്കൻഡ് ബസ് കൊണ്ട് നിർത്തുന്ന. ഇങ്ങനെ ഡൽഹി ടു മണാലി ബസ്സിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായവരുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യണേ. ഇതിൽ തന്നെ നമ്മുടെ ഒരു ബസ്സിന് ഹരിയാനയിൽ പെർമിറ്റ് ഇല്ല. അപ്പൊ അവര് വേറെ കുറെ ചുറ്റിക്കറങ്ങി വേണം വരാൻ. അവർ ഓൾറെഡി 2 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് വരുന്നത്. അല്ലാണ്ട് തന്നെ അവർ വന്ന വഴി ഉരുളുപൊട്ടലുണ്ടായി, ഫുള്ള് റോഡ് ബ്ലോക്കായി, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന്. ഇവിടെ ഇതൊക്കെ നടക്കുമ്പോഴേ നമ്മളെ ഫസ്റ്റ് ബസ് ഓൾറെഡി കുളുവിലോട്ട് പോകുന്ന വഴി ഒരു ധാബയുടെ ഫ്രണ്ടിലെത്തി. ഫുഡൊക്കെ കഴിച്ച് ഓൾറെഡി സെറ്റാണ്. കാരണം ഇവര് വന്നാലേ നമുക്കിനി റിവർ റാഫ്റ്റിങ്ങിന് പോകാൻ പറ്റുള്ളൂ. പിന്നെ അവരുടെ ബസ് കുറെ താമസിക്കും എന്നുള്ളത് കൊണ്ടും പിന്നെ വെറുതെ പോസ്റ്റ് അടിച്ച് നിൽക്കണ്ടല്ലോ എന്ന് ഓർത്തും നമ്മൾ നമ്മുടെ ധാബയുടെ പുറകിലുള്ള ഒരു മല കയറാൻ പോയി. അങ്ങനെ കയറിയപ്പോഴാണ് നമ്മുടെ ലൈഫിലെ ഫസ്റ്റ് മഞ്ഞുമല നമ്മൾ അവിടെ കണ്ടത്. അങ്ങനെ മല കയറി പൊക്കത്തെത്തിയപ്പോഴാണ് നമ്മളവിടെ ഒരു ചേച്ചിനെ പരിചയപ്പെട്ട്. ആ ചേച്ചി നമ്മളെ വിടുന്നില്ല. കാരണം പുള്ളിക്കാരുടെ മോന് വേണ്ടി പുള്ളിക്കാരി പെണ്ണാലോചിക്കുകയാണ് അവിടെ. ഇതിൽ ആദ്യം കുറച്ച് ഇൻട്രസ്റ്റ് ഇല്ലാത്തവരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പുള്ളിയുടെ മോൻ മൗറീഷ്യസിലാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരും ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആയി. പിന്നെ നമ്മൾ ചേച്ചിയുടെ നമ്പറൊക്കെ മേടിച്ച് എന്തെങ്കിലും കൊണ്ട് വിളിക്കാന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ താഴത്തോട്ട് പോകുന്നു. കാരണം നമ്മുടെ ബസ് അവിടെ എത്തി ഓൾറെഡി. പിന്നെ നേരെ നമ്മൾ മറ്റേ ബസ്സിൽ നിന്ന് കുറച്ച് ബാഗും സാധനവും ഒക്കെ എടുത്തിട്ട് നേരെ കുളുവിലോട്ടുള്ള ബസ്സിൽ കയറി. കാരണം ഫസ്റ്റ് നമുക്ക് റിവർ റാഫ്റ്റിംഗ് ചെയ്യണം അവിടെ പോയിട്ട്. ഇതിൽ ഇവന്മാര് കുറച്ച് പ്രശ്നമാണ്. പിന്നെ ഈ ഉറങ്ങുന്നവൻ അതിലും കുറച്ച് പ്രശ്നമാണ്. പിന്നെ അവന് വയ്യാത്തോണ്ടാണ് അവിടെ കിടക്കുന്നതേ ഉള്ളൂ. പിന്നെ അവിടെ ചത്തുകുത്തി കിടക്കുന്നതാണ് നമ്മുടെ ട്രിപ്പ് കോർഡിനേറ്റർ. ഇനി അടുത്ത പരിപാടിയായിട്ട് വരാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.